സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. അഞ്ചാം ഘട്ടത്തിലേക്ക് ഒരു ദിവസം ബാക്കി നിൽക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഡൽഹി പോലീസ്. വിഭവ് കുമാറിന്റെ അറസ്റ്റിന് പിന്നിൽ BJP ആണെന്ന് ഉറപ്പിക്കുന്ന കേജ്രിവാൾ നാളെ MP-മാരെയും MLA-മാരെയും കൂട്ടി BJP ആസ്ഥാനത്തേക്ക് റാലിക്ക് തയ്യാറെടുക്കുകയാണ്. ഞങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്യൂ എന്നാണ് കേജ്രിവാൾ പറയുന്നത്. ജയിലിൽ നിന്നിറങ്ങി പ്രചാരണത്തിൽ താരമായ BJPയെ പ്രതിരോധത്തിലാക്കിയ മോദി വിരമിക്കും വാദമുയർത്തിയ കേജ്രിവാളിനെ ദുർബലനാക്കാനാണോ നീക്കം? സ്വാതി മാലിവാളിനെ കയ്യേറ്റം ചെയ്ത PA സംരക്ഷിക്കുകയാണോ ആം ആദ്മി പാർട്ടി? വിവാദം ഇന്ത്യ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കും. ചർച്ചയിൽ ആപ് പ്രതിനിധി ഷൈബു മഠത്തിൽ, ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രതിനിധി G. ദേവരാജൻ, BJP പ്രതിനിധി R. ശിവശങ്കർ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് KP നൌഷാദ് അലി എന്നിവരാണുള്ളത്. ആദ്യം ആപ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ ഷൈബു മഠത്തിൽ, കേജ്രിവാൾ പൂർണ്ണമായും കുമാറിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഇപ്പോൾ പരാതി ഉയർത്തിയിരിക്കുന്നത് നിങ്ങളുടെ തന്നെ MP ആണ്, നിങ്ങളുടെ തന്നെ വനിതാ MP ആണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാട് ഏകപക്ഷീയമാണോ? എന്താണ് സ്വാതി മാലിവാളിന് പറയാനുള്ളത് എന്ന് ആം ആദ്മി പാർട്ടി കേട്ടിട്ടുണ്ടോ? നോക്കൂ സ്മൃതി, സ്വാതി മാലിവാൾ ഈ ആരോപണം ഉന്നയിച്ചിട്ട് 2-3 ദിവസങ്ങളായി. അവർ ആദ്യം ഈ ആരോപണം ഉന്നയിച്ച് അവർ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പരാതി പറയുകയൊക്കെ ചെയ്തു. പോലീസ് അന്ന് കേസെടുത്തില്ല. സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ അവർ പോയി പരാതിപ്പെട്ടെങ്കിലും പോലീസ് പിന്നെ FIR ഇടുന്നത് ഒരു 3 ദിവസങ്ങൾ കഴിഞ്ഞാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അതിനോടുള്ള ഫസ്റ്റ് റിയാക്ഷൻ, ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളത് ഞങ്ങളുടെ MP ആയ ഞങ്ങളോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം കഴിഞ്ഞ 20 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ആക്ടിവിസ്റ്റായ സ്വാതി മാലിവാളിനെ പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് പോലീസ് FIR ഇടുന്നതിനും ഒരു ദിവസം മുൻപേ തന്നെ ഈ സംഭവം നടന്ന അടുത്ത ദിവസം പാർട്ടി ആസ്ഥാനത്ത് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ സഞ്ജയ് സിംഗ് വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ പിന്തുണ, ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ സ്വാതി മാലിവാളിനാണ്. സ്വാതി മാലിവാളിന് നേരെ ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് അതിൽ നടപടിയെടുക്കണം, പാർട്ടി നടപടിയെടുക്കും വൈഭവ് കുമാറിനെതിരെ എന്ന് പറഞ്ഞു. ആ പത്രസമ്മേളനം കഴിഞ്ഞാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റിന്റ്, കാരണം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയായ സ്വാതി മാലിവാളിനെ പിന്തുണയ്ക്കുക എന്നുള്ള, മാത്രമല്ല ഒരു ഉയർത്തിയ പരാതി, ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, ആ കാര്യത്തിൽ ആദ്യം ആരും അങ്ങനെയേ ചെയ്യൂ. പക്ഷെ അത് ഞങ്ങൾക്ക് തന്നെ വാസ്തവം ബോധ്യപ്പെടുന്നത്. കാരണം അതിനുശേഷം CM-ന്റെ ഓഫീസിൽ, അതായത് CM-ന്റെ ഓഫീസല്ല, ആക്ച്വലി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള അതിന് തൊട്ടടുത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ്. അവിടുത്തെ CCTV-കൾ പരിശോധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ക്യാമറയിലെ ഫുട്ടേജ് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് സ്വാതി മാലിവാൾ പറയുന്നതല്ല യാഥാർത്ഥ്യം, അവിടെ ഒരു കയ്യേറ്റം ഉണ്ടായതായി ഈ ഫുട്ടേജസിൽ ഒന്നുമില്ല. ഞങ്ങൾ 2 ഫുട്ടേജ് ഇതിനകം പിന്നെ സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിലുണ്ടായിരുന്ന ഫുട്ടേജ് 2 ദിവസം മുമ്പ് പുറത്തുവിട്ടു. അതുപോലെ അവിടുത്തെ CCTV-യുടെ 2-3 ഫുട്ടേജസുകൾ സീരീസ് ആയിട്ട് ഒരു വീഡിയോയും ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അല്ല, ആദ്യം നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത്. സ്വാതി മാലിവാൾ അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ വരുന്നു. അതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ, സ്വാതി മാലിവാൾ വിദേശത്തായിരുന്നു. വിദേശത്തു നിന്ന് അവർ മടങ്ങിയെത്തിയത് കഴിഞ്ഞ മാസം എൻഡിലാണ്. അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആം ആദ്മി പാർട്ടി പരിപാടികൾ വരാറുണ്ടായിരുന്നില്ല, കെജ്രിവാളിനെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ആദ്യമായി കുറച്ച് നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ആദ്യമായി അരവിന്ദ് കെജ്രിവാളിനെ വിസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുന്നു, വീട്ടിലെ ഓഫീസിലെത്തുന്നു രാവിലെ 9 മണിക്ക്. അത് സാധാരണ അദ്ദേഹം വിസിറ്റേഴ്സിനെ കാണുന്ന സമയമാണ്. പക്ഷെ അവർ വരുമ്പോൾ താങ്കൾക്കറിയാലോ, അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്, 21 ദിവസം മാത്രം സമയം. അതിലെ 1-ാമത്തെ ദിവസം MLA-മാരുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. 2-ാമത്തെ ദിവസമാണ് അവർ വന്നത്. അന്ന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലർമാരുമായുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സ്റ്റാഫ്, അവർ കേജ്രിവാളിനെ കണ്ടിട്ടില്ല, അതിൻ്റെ ഔട്ടർ ഓഫീസിലുള്ള സ്റ്റാഫ് അവരെ തടഞ്ഞു. ഇന്ന് താങ്കൾക്ക് കാണാൻ സാധിക്കില്ല, അടുത്ത ദിവസം അപ്പോയിൻമെൻറ്റുമായി വരുമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായ ഒരു തർക്കമാണ്, അതൊരു ഈഗോ ക്ലാഷ് ആണ്. യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു തർക്കമാണ് ഈ പരാതിയിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴിവെച്ചത്. തർക്കമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം AAP പുറത്തുവിട്ട വീഡിയോയിൽ ആ തർക്കം നമുക്ക് കാണാം. അതിൽ ആർഗ്യൂ ചെയ്യുന്നത് സ്വാതിയാണ്. സ്വാതി
പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, അവർ പോലീസിനെ വിളിച്ചു, പോലീസ് വരും എന്നുള്ളതും. അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുകയാണ്. അവർ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പൊക്കിയെടുത്ത് പുറത്തിടൂ എന്നാണ് അവർ ഹിന്ദിയിൽ പറയുന്നത്. അപ്പം മറിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരോട് തിരിച്ച് സംസാരിക്കുമ്പോൾ പോലും മര്യാദയിൽ സംസാരിച്ചിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് പുറത്തുവിട്ട വീഡിയോ സെക്യൂരിറ്റി ഫുട്ടേജസ് ആണ്. ആ സെക്യൂരിറ്റി ഫുട്ടേജസിൽ അവരെ പുറത്തേക്ക് എസ്കോർട്ട് ചെയ്യുന്ന വീഡിയോ ആണല്ലോ. ആ എസ്കോർട്ട് ചെയ്യുന്ന വീഡിയോയിൽ 2 വനിതാ ഉദ്യോഗസ്ഥരാണ് അവരുടെ ശരീരത്തിൽ സ്പർശിച്ച് അവരെ പുറത്തേക്ക് എസ്കോർട്ട് ചെയ്യുന്നത്. അതിലെവിടെയും കയ്യേറ്റമൊന്നുമില്ല. ഇനി ഞങ്ങൾ പറയുന്നത്, ഇത്തരം ഒരു ക്രിമിനൽ കംപ്ലൈന്റ് ഉയർന്നാൽ അത് തെളിയിക്കേണ്ടത് CM-ന്റെ ഓഫീസിലോ പാർട്ടി കോടതിയിലോ അല്ല. അത് തീർച്ചയായും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, അത് അവിടെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിന് വ്യക്തമായ തെളിവുകളുള്ള ഒരു സംഭവമാണ്. കാരണം മുഴുവൻ കാര്യങ്ങൾക്കും അവിടെ മുഴുവൻ CCTV-കളുണ്ട്, മുഴുവൻ കാര്യങ്ങൾക്കും തെളിവുകളുണ്ട്. അത് പരിശോധിക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ സുരക്ഷാ ചുമതല വിഭവ് കുമാറിനാണ് അല്ലേ? ഈ സുരക്ഷാ ചുമതല വിഭവ് കുമാറിനാണല്ലേ? അല്ലല്ല, വൈഭവ് കുമാർ അദ്ദേഹം അവിടുത്തെ പേഴ്സണൽ സെക്രട്ടറിയാണ്. സുരക്ഷാ ചുമതല അങ്ങനെയാണെങ്കിൽ സുരക്ഷാ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഈ ദൃശ്യങ്ങളിലൊന്നുമില്ല, നിങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇന്നർ ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. ഇന്നർ ഓഫീസിലാണ് ഈ പറയുന്ന കെജ്രിവാളിന്റെ ഓഫീസിലേക്ക് സ്വാതിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, കെജ്രിവാൾ നമ്മളിന്ന് FIR-ൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, സ്വാതി ആ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ വൈഭവ് അതിനെതിരെ വാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. ആ പോയിന്റ് വരെ ശരിയായിരിക്കണം. അതിനുശേഷം സ്വാതി പറയുന്നത് വൈഭവ് എന്നിട്ട് അവരെ തള്ളി മാറ്റുകയും അവരെ അടിക്കുകയും മറ്റും ചെയ്തു എന്നാണ്. അതിന്റെ വാസ്തവം നമുക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് പോലീസ് പരിശോധിക്കട്ടെ. ആം ആദ്മി പാർട്ടിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ വീഡിയോ ഫുട്ടേജ് തെളിവുകളായിട്ടുണ്ട്. അപ്പം വൈഭവ് കുമാർ ഉണ്ടായിരുന്നത് CM-ന്റെ ഓഫീസിന് മുന്നിലാണ്. അവിടെ വൈഭവ് അവരെ തടഞ്ഞു എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അതൊരു ഈഗോ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വാതി മാലിവാളിനെ കുറ്റപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ നിന്നത് പൂർണ്ണമായും സ്വാതിക്കൊപ്പമാണ്. മെഡിക്കൽ റിപ്പോർട്ട് സ്വാതിക്ക് താടിയെല്ലിന് പരിക്കുണ്ട് എന്നതടക്കമുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ കണ്ടു, അത് കണ്ടു. പിന്നെ സ്മൃതി പരിശോധിച്ചുകൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടിൽ 2 പരിക്കുകൾ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇതിന് മുൻപുള്ള ഇതാണോ, അതിന്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ഞാനൊരു അഭിഭാഷകനല്ല, ആ കാര്യത്തിൽ വൈഭവിന് വേണ്ടി വാദിക്കാൻ വന്നയാളല്ല. അതിലെ മെറിറ്റ് തീരുമാനിക്കേണ്ടത് അതിലെ എവിഡൻസുകൾ പരിശോധിച്ച് ഡൽഹി പോലീസ് തന്നെയാണ്. അവർക്കാണ് ജൂരിസ്ഡിക്ഷൻ. അക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സംശയമില്ല, ഒരു തർക്കമില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ശരി, ശ്രീ PR ശിവശങ്കർ, ഇന്നിപ്പോൾ കേജ്രിവാളിന്റെ പ്രതികരണം കണ്ടല്ലോ. നാളെ 12 മണിക്ക് ഞാനും MP-മാരും MLA-മാരും BJP ആസ്ഥാനത്തേക്ക് വരികയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആപ്പിനെ എങ്ങനെയൊക്കെ BJP വേട്ടയാടുന്നു എന്നുള്ളത് രാജ്യം കണ്ടതാണ്. ആ വേട്ടയാടലിന് തുടർച്ചയായിട്ടാണ് സ്വാതി മാലിവാളിന്റെ കേസിനെയും ആപ്പ് കാണുന്നത്. ഇക്കാര്യത്തിൽ BJPക്ക് ഈ സ്ത്രീ സംരക്ഷകർ എന്ന ഒരു പരിവേഷത്തിൽ ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട്, നിങ്ങൾ പല ഘട്ടങ്ങളിൽ നാരീശക്തി പറഞ്ഞിട്ടുള്ളതാണ്. ചില കാര്യങ്ങളിൽ മാത്രം അത് കാണിക്കും, ചില കാര്യങ്ങളിൽ അത് കണ്ടില്ലെന്ന് അടിക്കും. പക്ഷേ ഇപ്പോൾ സ്വാതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഉറച്ച നിലപാടെടുക്കുകയാണോ? എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഈ പ്രകടനമായി നിങ്ങളുടെ ആസ്ഥാനത്തേക്ക്, പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുന്ന കേജ്രിവാളിനോട് എന്താണ് BJPക്ക് പറയാനുള്ളത്? ഇതിൽ പ്രകടനമായി വരുന്ന കാര്യം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഒന്ന്, ഒരു ക്രിമിനൽ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഒരു MP-യെ പോലുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും മുതിർന്ന ഒരു സീനിയർ ഓഫീസർ, അവരെ ഒരു കംപ്ലൈൻറ്റ് ഏൽപ്പിക്കുമ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതും അത് പുറത്തു വിടേണ്ടതും അതിൽ ക്രിമിനൽ കുറ്റമില്ലാന്നും ഉണ്ടോ എന്നൊക്കെ പറയേണ്ടതും ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരല്ല, അത് പോലീസിൻ്റെ ഒരു ചുമതലയാണ്. പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് എഡിറ്റഡ് ആണോ, അത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്, ഏത് ഭാഗത്തു നിന്നുള്ളതാണ് എടുക്കേണ്ടത്, ഏത് ക്യാമറയിൽ എടുക്കേണ്ടതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ആവേശകരമായ ഒരു സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ശരിയല്ല. കാരണം കേരളത്തിലായാലും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ കുറ്റാരോപിതരോ അല്ല CCTV ദൃശ്യങ്ങളുടെ സാധ്യതകളും അല്ലെങ്കിൽ അത് പുറത്തു വിടേണ്ടതും. ഒന്ന്. രണ്ട്, MP-യെ തടയേണ്ടത് ഒരു സെക്യൂരിറ്റിക്കാരനാണോ? അത്രയൊന്നും MP-മാരില്ലല്ലോ ആം ആദ്മി പാർട്ടിക്ക്.
ഒരു MP വന്നു കഴിഞ്ഞാൽ അതിനെ മുഖ്യമന്ത്രിക്ക് കാണുവാൻ, അത് കൗൺസിലർ കാണുവാണെങ്കിലും അവിടെ മാറ്റി ഇരുത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒക്കെ കാണുവാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കേണ്ടതാണ്. 3, ഞാൻ മനസ്സിലാക്കുന്നത് മർദ്ദനമേറ്റു എന്നുള്ള എയിംസിൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ മർദ്ദനമേറ്റിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടില്ല, അങ്ങനെ ആരാണ് അവിടെ മർദ്ദിച്ചത് എന്നുള്ള കാര്യങ്ങളെങ്കിലും പൂർണ്ണമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് ഉത്തരം ശിവശങ്കർ, ഒരു കാര്യം വ്യക്തമാണ്. ഈ പറയേണ്ടത്. മർദ്ദനത്തെക്കുറിച്ച് സ്വാതി മാലിവാളിന്റെ മൊഴിയിൽ പറയുന്നത് തനിക്ക് നെഞ്ചിലും അടിവയറ്റിലും ഒക്കെ തൊഴിയേറ്റു എന്നാണ്, മുഖത്തടിച്ചു വിഭവ് കുമാർ എന്നുള്ളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര ശക്തമായി മർദ്ദിക്കുന്നതിനിടയിൽ തനിക്ക് ആർത്തവമാണ്, ഈ സമയത്ത് ഇങ്ങനെ മർദ്ദിക്കരുത് എന്ന് അടിവയറ്റിൽ തൊഴിക്കുമ്പോൾ അവർ പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ പുറത്തേക്ക് കൊണ്ടുവിടുന്ന സ്വാതി മാലിവാളിനെ അവിടുന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ മർദ്ദനമേറ്റതായി ആ ദൃശ്യങ്ങളിൽ നമുക്ക് തോന്നില്ല. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അത്രയ്ക്കും ശക്തമായ ഒരു മർദ്ദനമേറ്റ ആൾ നടന്നു പോകുന്ന പോലെയല്ല ആ പോക്ക്. സ്മൃതിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. മർദ്ദനമേറ്റാൽ 1 മണിക്കൂർ വരെയൊന്നും അങ്ങനെ വേദനയ്ക്കോ നടക്കാം, മാന്യമായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്തൊക്കെ നടന്നു. ഞാനൊക്കെ മർദ്ദനമേറ്റിട്ടുണ്ട്, ആശുപത്രിയിലേക്കൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, വേദനയൊന്നും തോന്നില്ല. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ വേദന വരുന്നത്. ഒടിഞ്ഞ ഭാഗം അല്ലെങ്കിൽ അത്ര ശരിക്കും ഒടിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ കുറേ നേരത്തേക്കൊന്നും വേദന ഉണ്ടാവില്ല. ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് പലരും എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലൊക്കെ 3 പ്രാവശ്യം ഫ്രാക്ചറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അല്ല, ഞാൻ സ്മൃതി അത്രയൊക്കെ CCTV കാണാൻ പറ്റുന്ന എനിക്കൊന്നും മനസ്സിലായില്ല. അതൊക്കെ ശരി, ഞാൻ അങ്ങനെ നോക്കാൻ പോകുന്നില്ല. താങ്കൾ നോക്കിക്കോളൂ. അത് തെറ്റാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാമല്ലോ. ഷർട്ട് കീറിയിട്ടുണ്ടോ മാറ്റം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒക്കെ പോലീസ് നടപടി എടുക്കും. നമ്മളെന്തിനൊക്കെ ചർച്ച ചെയ്യുന്നത്? അത് ഞാൻ പറയുന്നില്ല ആം ആദ്മി പാർട്ടിയുടെ നേതാവ് മുഴുവൻ നുണയാണ് പറഞ്ഞതെന്നോ മുഴുവൻ സത്യമാണെന്നോ ഞാൻ പറയേണ്ട ആളല്ല. അത് കോടതി നിശ്ചയിക്കട്ടെ. നമ്മളൊരു സ്ത്രീ പറയുമ്പോൾ അതിൻ്റെ ഓരോ തല 4 ഇഴ കീറി അവരുടെ ദേഹത്ത് എവിടെയാണ് പരിക്ക് പറ്റിയത്, അവർ പറഞ്ഞത് ശരിയാണോ, അവരുടെ ശാരീരികമായ അസ്വസ്ഥതയുടെ ഡേറ്റ് നോക്കണോ, ഇതൊന്നും ചർച്ച ചെയ്യുന്നതിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. അതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. ആ ഒരു MP പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ പറഞ്ഞാൽ പരമാവധി അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അതിൽ അന്വേഷിക്കുക. അന്വേഷണത്തിന് നീതിപൂർവ്വം ഒരു അന്വേഷണം നടന്നില്ല. സ്വാതി മാലിവാൾ ആദ്യം പരാതി നൽകിയിരുന്നില്ല എന്നും പോലീസ് പരാതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണല്ലോ. നിങ്ങളുടെ നേതാവ് BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ഇക്കാര്യം പുറത്തേക്ക് പറയുകയും ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയും ചെയ്ത ശേഷം വനിതാ കമ്മീഷൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് മൊഴി നൽകുമെന്ന്. നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിന്നിട്ടുള്ള ആളാണ് സ്വാതി മാലിവാൾ. അപ്പോൾ ഇതിന്റെ അവകാശത്തെക്കുറിച്ചും ഇതിലെങ്ങനെ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നും കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി കൊടുക്കാതിരുന്ന ആളെ പരാതി കൊടുക്കാൻ നിർബന്ധിതരാക്കിയത് BJP ആണെന്നും അപ്പോൾ BJP ആണ് ഇതിന് പിന്നിലെന്നും മറ്റൊരു വനിതയായ അതിഷിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. കോൺഗ്രസിന്റെ പ്രതിനിധി നൗഷാദ് അലിയിലേക്ക്. ശ്രീ നൗഷാദ് അലി, ഇപ്പോൾ പല കാര്യങ്ങളിലും ഒരു മിനിറ്റ് സ്മൃതി ഞാൻ സ്മൃതി പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഒരു ചോദ്യം, ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യുവാൻ BJP ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നുള്ളൊരു കാര്യം ചോദിച്ചിരുന്നു. ഇത് ആദ്യമായിട്ടല്ല BJP നേതാക്കളെ ഈ അറസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു 16 പേരുടെ പേര് വായിക്കാം. മനീഷ് സിസോദിയ 2023, സത്യേന്ദർ ജെയിൻ 2022, അമാനുള്ള ഖാൻ ബാബറി വഖഫ് ബോർഡിലെ അഴിമതി കാണിച്ചതിന് അറസ്റ്റ് ചെയ്ത ആൾ, സോമനാഥ് ഭാരതി, വിജയ് സിംഗ്ല, താഹിർ ഹുസൈൻ, സന്ദീപ് കുമാർ റേപ്പ് കേസിലാണ് കേട്ടോ. 2014 അദ്ദേഹം വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. 2014 റേപ്പ് കേസിന് ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അകത്തു പോയിട്ടുണ്ട്. പ്രകാശ് ജാർവൾ ഡോക്ടറായിരുന്നു, ആത്മഹത്യ ചെയ്ത രാജേന്ദ്ര സിംഗിൻ്റെ അതുവാദത്തിൽ അകത്തു പോയിട്ടുണ്ട്. അഖിലേഷ് ത്രിപാഠി 9, 10 മനേജ് കുമാർ, 11 ശരത് ചൗഹാൻ, 12 ജിതേന്ദ്ര സിംഗ് തോമാർ, 13 ദിനേഷ് മൊഹാനിയ, 14 പറയുന്നുണ്ടല്ലോ. അതിൽ അല്ലല്ല കുറച്ച് നേതാക്കളുടെ പേര് കേജ്രിവാളും പറയുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് 61 പേരിൽ 16 പേര് ജയിലിലാണ്. ശരി, ജയിലിലാക്കിയതിന്റെ പിന്നിലും ചില കഥകളുണ്ടല്ലോ. ജയിലിലാക്കിയതിന് പിന്നിലും ചില കഥകളുണ്ട്. കേജ്രിവാൾ പുറത്തിറങ്ങിയതിന് പിന്നിലും ഒരു കഥയുണ്ട്. കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ED ഓൺ ചെയ്ത് ചില കാര്യങ്ങൾ കോടതി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. റേപ്പ് കേസൊക്കെ അല്ല, റേപ്പ് കേസ് ഉണ്ടെങ്കിൽ അറസ്റ്റിലാവണം, ഒരു സംശയമില്ല. അത് ആപ്പിലായാലും BJP-യിലായാലും ബ്രിജ് ഭൂഷണായാലും മകന് സീറ്റ് കൊടുത്തല്ല പരിഹരിക്കേണ്ടത്. തിരിച്ചു വരാം. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കട്ടെ. അഡ്വക്കേറ്റ് KP നൗഷാദ് അലി, ഇതിപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ആപ്പ് നടത്തുന്ന പ്രസംഗങ്ങളോട്, പ്രതികരണങ്ങളോട് നിങ്ങൾ പ്രതികരിക്കാറില്ല. ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നിങ്ങൾ ഒരുമിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്. കേജ്രിവാൾ പുറത്തിറങ്ങി
പലയിടത്തും വോട്ട് തേടി അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തി. 75 വയസ്സ് കഴിഞ്ഞാൽ മോദി വിരമിക്കുന്നത് 1 വർഷം കൂടിയേ ഉള്ളൂ എന്ന ഒരു വാദം ഉന്നയിക്കുന്നു. BJP പ്രതിരോധത്തിലാക്കി അമിത്ഷായ്ക്ക് തൊട്ടു പിന്നാലെ മറുപടി നൽകേണ്ടി വന്നു. ഇന്നിപ്പോൾ ആദ്യമായി കേജ്രിവാളിന് മറുപടി നൽകിക്കൊണ്ട് മോദി എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും പ്രായവുമായി ബന്ധപ്പെട്ടല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ വിഷയത്തിലും നിങ്ങൾ പ്രതികരിക്കാതിരിക്കണം. ഈ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കേജ്രിവാൾ നടത്തിയ പ്രസംഗം അത് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കോൺഗ്രസും പ്രതികരിച്ചില്ല, ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു പാർട്ടികളും പ്രതികരിച്ചതായി കണ്ടില്ല. ഈ വിഷയത്തിലും അങ്ങനെയാണോ, മാറി നിൽക്കുകയാണോ? നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ പ്രതികരിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. കാരണം ഡൽഹിയിലെ കോൺഗ്രസിനും വേണ്ടി കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്തുള്ളത്. ഹരിയാനയിൽ കോൺഗ്രസിനും വേണ്ടി കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ മുന്നേറ്റവും ഞങ്ങൾ കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ആവും വിധം മുന്നേറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പഞ്ചാബിൽ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മുഖാമുഖം മത്സരമുണ്ട്. അതിപ്പോൾ കേരളത്തിൽ CPM-ആയിട്ട് ഞങ്ങൾ മുഖാമുഖം മത്സരം ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ വെളിയിൽ 5 or 6 സംസ്ഥാനങ്ങളിൽ CPM-ആയിട്ട് സഖ്യമുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, ത്രിപുരയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, അങ്ങനെ പലയിടങ്ങളിലുമുണ്ട്. ഒറീസയിൽ ഭാഗികമായിട്ടുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശിലുണ്ട്, ഇങ്ങനെ പലയിടങ്ങളിലും സഖ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഇതൊക്കെ കേവലം ഓരോ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ വരിക. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, രാഹുൽ ഗാന്ധി റായ്ബറേലിയിലോ അമേഠിയിലോ നോമിനേഷൻ കൊടുക്കാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ചോദ്യങ്ങളും ആക്ഷേപങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. TV ചാനലുകൾ അത് ചർച്ചയായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വാരണാസിയിൽ നരേന്ദ്രമോദി നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതത് സമയത്ത് അതത് ക്ലിപ്തപ്പെടുത്തിയ മുറയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. മാലിവാളിലെ പരാതിയിൽ വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോൺഗ്രസ് നിലപാടൊന്ന് പറയാമോ? അല്ല, തീർച്ചയായിട്ടും നാളെ ആം ആദ്മി പാർട്ടി അവിടെ BJP ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ അതീഷി അറസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഭരദ്വാജൻ അറസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾ വേണമെങ്കിൽ രാഘവ് ചദ്ധയെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് കേജ്രിവാൾ നാളെ BJP ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നൈതികതയിലും ആ രാഷ്ട്രീയ ധാർമ്മികതയിലൊക്കെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. കാരണം ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഈ സ്ത്രീപീഡന വിഷയങ്ങൾ വരെ വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. സന്ദേശ് ഖനിയിലെ സ്ത്രീപീഡനം ഒരു തരത്തിൽ, അപ്പോൾ ഗവർണറുടെ ബംഗ്ലാവിലെ സ്ത്രീപീഡനം മറ്റൊരു തരത്തിൽ, രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് സ്ത്രീ വിഷയത്തിൽ പോലും ചേരിതിരിഞ്ഞ് തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുരംഗം ഇവിടെ അധപ്പതിച്ചിരിക്കുകയാണ്. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തുന്നൊരു വെല്ലുവിളി BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അങ്കലാപ്പ് ഉയർത്തുകയാണ്. ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ BJP വിരുദ്ധതയുണ്ട്. ഞാൻ ഒറ്റ കണക്ക് മാത്രം അവസാനമായിട്ട് സ്മൃതിയോട് പറയാം. നിങ്ങൾ കഴിഞ്ഞ തവണ BJPയും കോൺഗ്രസും മുഖാമുഖം ഏറ്റുമുട്ടിയ ഒരുപടി സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയാം. ഹരിയാന, അതുപോലെ തന്നെ ഡൽഹി, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ഇങ്ങനെ ഒരുപടി സംസ്ഥാനങ്ങൾ. അതിന് 320ഓളം സീറ്റുണ്ട് എന്ന കണക്ക്. കേവലം 9 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. ഈ കർണാടകയിൽ നിന്ന് മാത്രം കോൺഗ്രസ് അതിലധികം സീറ്റ് നേടി വിജയിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാൻ പോകുന്നത്. ഹരിയാനയിലെ കാര്യം നമുക്കറിയാം. ഈ സംസ്ഥാനങ്ങളിലുടനീളമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ അറിയാം. കോൺഗ്രസ് 300 ചില്വാനം സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ 80% BJPക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ഈ മത്സരരംഗത്തൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഓരോ മുന്നേറ്റവും BJPയുടെ സീറ്റുകളാണ് കുറക്കുക. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടത്തിലേക്ക് മെയ് 20 പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായി നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടികളെ BJP ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുമെന്ന് ഞാൻ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല എന്നൊക്കെ നരേന്ദ്രമോദിക്കൊക്കെ പറയേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ ഈ നാടകവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ഫാബ്രിക്കേറ്റഡ് മാനിപ്പുലേറ്റഡ് ഐറ്റമായിട്ട് മാത്രമേ കാണാൻ ഈ ഇവരുടെയൊക്കെ പൂർവ്വകാലവും വർത്തമാനകാലവും അറിയുന്ന ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. ഒരു MP സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കയ്യേറ്റം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വലിയ തോതിൽ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ BJPക്കാരായ MP കൊണ്ട് നടക്കുന്ന രീതിയും ആ വിഷയത്തിലുള്ള പോലീസിൻ്റെ അമിത ഉത്സാഹവും സമാനമായ പല വിഷയങ്ങളിലും
പോലീസ് മുഖം തിരിഞ്ഞ് നിന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഡൽഹി തന്നെയാണ് പിന്നെ ഒളിമ്പിക്സ് മെഡലിസ്റ്റുകൾ ദിവസങ്ങളോളം സമരം നടത്തിയത്, എന്നിട്ട് ഒരു അറസ്റ്റ് പോലും ഉണ്ടായില്ല എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ ഡൽഹി പോലീസ് വളരെ ദ്രുതഗതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. അപ്പോൾ നിയമം പാലിക്കേണ്ട ആളുകളൊക്കെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ചൊക്കെ അവരുടെ തനിനിറം പുറത്തെടുത്ത് യജമാന ഭക്തിയൊക്കെ കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ യാഥാർത്ഥ്യം ഏത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. ഏതായാലും എവിടെയെങ്കിലും ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്കും അതീതമായ സ്ത്രീക്കൊപ്പം നിൽക്കണം എന്നുള്ള തത്വം പാലിച്ചുകൊണ്ട് രാജധർമ്മം ഉയർത്തിപ്പിടിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവർ മുന്നോട്ട് വരണം എന്നെൻ്റെ ഒരു അഭിപ്രായം പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ശരി, ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് PR ശിവശങ്കറിനെ കാണാനായി CCTVയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ ഒന്നുകൂടി. ചർച്ച തുടരാം. ജി ദേവരാജൻ, ഇക്കാര്യത്തിൽ സ്വാതി മാലിവാളിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്, അതിനെ എങ്ങനെയാണ് ഫോർവേഡ് ബ്ലോക്ക് കാണുന്നത്? ഇന്നിപ്പോൾ കേജ്രിവാൾ പറയുന്നു, വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളിതാ BJP ആസ്ഥാനത്തേക്ക് നാളെ എത്തുകയാണ്, ഞങ്ങളെ മുഴുവൻ അങ്ങ് അറസ്റ്റ് ചെയ്തോളൂ എന്ന്. അല്ല സ്മൃതി, എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇത്രയും വിഷയദാരിദ്ര്യം ഉണ്ടോ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും? അത്രയ്ക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ആഭ്യന്തര വിഷയം. അവരുടെ MP അവരുടെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന് കാണാൻ കഴിഞ്ഞില്ല, അവരെ പുറത്തുപിടിച്ച് തള്ളിയെന്നവർ പരാതി പറയുന്നു. അത് ആ അർത്ഥത്തിൽ കണ്ട നമ്മൾ അത്രത്തോളം നമുക്കിവിടെ ചർച്ച ചെയ്യാൻ എത്രയോ സുപ്രധാന വിഷയങ്ങൾ കിടക്കുന്നു. രാജ്യത്തെ അനീതികൾക്കെതിരെ മുഴുവൻ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേജ്രിവാൾ വോട്ട് തേടുന്നത്. പാർട്ടിയിൽ അവിടുത്തെ വനിതാ MP തന്നെ അനീതി നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് വിഷയമല്ല, വിഷയദാരിദ്ര്യമായിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാനാവുക? അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിതിനെ അങ്ങ് വല്ലാതെ ഗ്ലോറിഫൈ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല സ്മൃതി. അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും അല്ല ഇതിനകത്ത്. നമ്മളിത് ഈ നൗഷാദ് അലി അദ്ദേഹം പറഞ്ഞ് നിർത്തി അവസാനം തന്നെ എടുത്താൽ മതി, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതായത് ഇക്കാര്യത്തിൽ BJP കാണിക്കുന്ന അമിത താല്പര്യവും ഡൽഹി പോലീസ് കാണിക്കുന്ന അമിത ഉത്സാഹവും, അതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതല്ലാതെ ഇത് ഇത്രത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ പ്രൈം ടൈമിൽ വളരെ കുറേ നിമിഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കളയേണ്ടത് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നതേയില്ല. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുക എന്ന് പറയുന്ന ഒരു നടപടി, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അതിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരായാലും ശരി, നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരായാലും ശരി, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. വ്യക്തിപരമായിട്ടായാലും ശരി, രാഷ്ട്രീയമായിട്ടായാലും എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ അതേസമയം ഈ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായിട്ടാണോ നടക്കുന്നത്, അതെങ്കിൽ നടത്തുന്നത്? ഇവിടെ നമ്മുടെ റെഫറിയുടെ റോൾ എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തിലൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യുക, 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും BJP നേതാക്കന്മാരും ഒക്കെ തന്നെ രാജ്യമാസകലം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക. അതേസമയം മറ്റുള്ളവരാരെങ്കിലും സംസാരിച്ചാൽ അവർ കഴുത്തിന് ക്ലിപ്പിടുക. അങ്ങനെയുള്ള എത്രയെത്ര വിഷയങ്ങൾ ഇവിടെയുണ്ട്. നമ്മളൊക്കെ ഈ ആവർത്തിച്ച് പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നതാണോ ഇവിടെ നടക്കുന്നത്? ഒരു ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, ഉത്തരവാദിത്തങ്ങളൊന്നും അതല്ലേ? അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പൊതുജനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തട്ടിത്തടഞ്ഞ് ചർച്ച ചെയ്ത് പോകേണ്ട കാര്യമാണ് തോന്നുന്നതേയില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്ന് താങ്കൾ വ്യാഖ്യാനിക്കരുത്. എല്ലാ ദിവസവും അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഉയർന്നു വരുന്ന വാർത്ത തന്നെയാണ് ആം ആദ്മി പാർട്ടിയിലെ ഒരു വനിതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരാതി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിലെ എല്ലാ ചാനലുകളും അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ചാനലുകളൊക്കെ ചർച്ച
ചർച്ച ചെയ്യുന്നതാണിത്. ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പേർത്തും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. അത് അത്തരത്തിലൊരു വിഷയമായിട്ട് ഇതിനെ കാണരുത്. അത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരൂ. അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിക്കുക എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയെ ആ തരത്തിൽ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളതാണ് കേജ്രിവാളിന്റെ ആരോപണം. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ വിഭവ് കുമാറിന്റെ അറസ്റ്റിനെയും അദ്ദേഹം അത് ആം കാണുന്നത്. ആദ്മി പാർട്ടിയെ മാത്രമാണോ? BJPയുടെ മുദ്രാവാക്യം എന്താണ് സ്മൃതി? BJPയുടെ മുദ്രാവാക്യം എന്താ? കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പരാതി നിലനിൽക്കുന്നില്ലേ? അങ്ങനെ ഒരു അഭിപ്രായമില്ലേ? അവരത് ശ്രമിക്കുന്നില്ലേ? അതിനെതിരെ നമ്മൾ പറയുന്നില്ലേ? അതുപോലെ അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം, ഒരു നേതാവ് എന്ന അർത്ഥത്തിലേക്ക് പോകുന്ന ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ പാർട്ടികളൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊരു ആ അർത്ഥത്തിൽ പേർത്തും ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്തില്ലെന്നോ ചർച്ച ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലെന്നോ എന്ന പരാതിയൊന്നും എനിക്കില്ല. പക്ഷെ ആ ഗ്രാവിറ്റിയിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. കാരണം ഈ ചർച്ച തുടങ്ങിയതിൻ്റെ പിവറ്റൽ പോയിന്റ് അത് ആയിരിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. സ്വാതി മാലിവാളിൻ്റെ ശാരീരിക സ്ഥിതി എന്തായിരുന്നു? അവരുടെ ചവിട്ടിയപ്പോൾ അവർ അടിവയറ്റിലാണോ ചവിട്ടിയത്, കാലിലാണോ ചവിട്ടിയത്? ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇവിടെ ബഹിർകക്ഷി ജനാധിപത്യം നിലനിൽക്കുന്ന മൊഴിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഒരു ബഹുകക്ഷി ജനാധിപത്യം മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്നും മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറത്തേക്ക് വെക്കുന്ന രാഷ്ട്രീയമുണ്ട്, നീതിയുടെ രാഷ്ട്രീയമുണ്ട്. അത് സ്വന്തം പാർട്ടിയിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെ പറഞ്ഞു പോകരുത്. ആ വിഷയം ചർച്ച ചെയ്യേണ്ട, ആ വിഷയം അന്വേഷിക്കണ്ട എന്നോ ഇല്ലില്ല, ആ വിഷയം അന്വേഷിക്കേണ്ടെന്ന് നമുക്കൊരു അഭിപ്രായം. ആ വിഷയം അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. ആ വസ്തുതകൾ നിരത്തുവാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും. അവരതിന് കേപ്പബിൾ ആണ്. അവരത് അന്വേഷണ കമ്മിറ്റിയുടെ മുമ്പാകെ അല്ലെങ്കിൽ പോലീസിന് മുമ്പാകെ തെളിവുകൾ കൊടുക്കട്ടെ, അതതിലേക്ക് വരട്ടെ. പക്ഷേ ഒരു ബഹുകക്ഷി ജനാധിപത്യം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് മറ്റു പാർട്ടികളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിൻ്റെ ശ്രമം, അതിനുവേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്ന രീതി, അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ പെരുമാറ്റച്ചട്ടം ഒരു പാർട്ടി പരസ്യമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ഈ പറയുന്ന അറസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ളതുണ്ട്. ഇപ്പോൾ വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലല്ലോ വിഷയം. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെത്തിട്ടില്ലേ? അവരുടെ ഉപമുഖ്യമന്ത്രി ജയിലിനകത്തല്ലേ? അദ്ദേഹത്തിൻ്റെ ജാമ്യം വീണ്ടും നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ ജാമ്യം കൊടുക്കുന്നില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ റിമാൻഡ് നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ ചർച്ച ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പേർത്തും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ജനം അറിയണം, ജനം അറിയേണ്ട കാര്യമാണ്. അല്ലാതെ ആഫീസിനകത്ത് കടന്ന് അടിയുടെ കാര്യം മാത്രം അറിഞ്ഞിട്ട് അതായിരിക്കരുത് പിവറ്റൽ പോയിന്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനും അതിൽ മാറി നിൽക്കുകയാണ്. ഷൈബു മഠത്തിൽ, ഇതിപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്ന നേതാവാണ് ഇപ്പോൾ സ്വാതി മാലിവാൾ എന്നുള്ളത്. കേജ്രിവാളുമായി വർഷങ്ങളായി ബന്ധവുമുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് അവർ അസ്വീകാരിയായി തീർന്നത്? ഇപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആപ്പിന് പ്രതിഷേധമുണ്ടായിരുന്നു, മന്ത്രിമാരടക്കം അറസ്റ്റ് വരിച്ച പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിലൊന്നും സ്വാതി മാലിവാളിനെ കണ്ടിട്ടില്ല. അത് ഒരു പ്രധാനപ്പെട്ട അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ടോ? നേരത്തെ ശിവശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ MP-ക്ക് വരാൻ പറ്റില്ലേ? അപ്പോഴേക്കും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്ന ഒരു സാഹചര്യം. അവിടെ കൗൺസിലർമാരുടെ യോഗമാണ് നടക്കുന്നതെന്ന് പറയുന്നു. കൗൺസിലർമാരുടെ യോഗം നടക്കുമ്പോൾ ഒരു MP-ക്ക് കാണാൻ പറ്റില്ല എന്നൊരു സാഹചര്യം എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? അത്രത്തോളം ശ്രദ്ധയോടുകൂടിയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി അകത്തേക്ക് കയറ്റിവിടുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത് ആം ആദ്മി പാർട്ടിയിൽ? സ്മൃതി, നേരത്തെ ശ്രീ ദേവരാജൻ ചൂണ്ടിക്കാണിച്ച ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് അത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് വരാം. നമുക്കറിയാം നാളെ അടുത്ത ദിവസം നടക്കാനിരിക്കുന്നത്, തിങ്കളാഴ്ച നടക്കാനിരിക്കുന്നത് പിന്നെ 5ാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ 25-ാം തീയതി മെയ് 25-ന് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഡൽഹിയിലും ഹരിയാനയിലുമാണ്. ജൂൺ 1-ാം തീയതി അവസാന ഘട്ട തെരഞ്ഞെടുപ്പിലാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ഇനി വരാനിരിക്കുന്ന ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഡയറക്റ്റായിട്ട് കോൺടെസ്റ്റ് ചെയ്യുന്ന നിർണായകമായ ശക്തിയാണ്. ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ ക്യാമ്പയിൻ നടത്തിയെങ്കിലും ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് എങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഡയറക്റ്റായിട്ട് നേർക്കുനേരെ BJP-യുമായി ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പുകൾ 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലുമാണ്. അതിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. 10-14 ദിവസത്തിനുള്ളിൽ ഈ 2 തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്.
അവിടെ 30-ലധികം സീറ്റുകളാണ്, 30ഓളം സീറ്റുകളാണ് ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് വരുന്നത്. ആം ആദ്മി പാർട്ടി അതിൽ 20ഓളം സീറ്റുകളിൽ 18 സീറ്റുകളിൽ മത്സരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ 14 ദിവസം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരു 13-14 ദിവസം ബാക്കിയുണ്ട്. ആ സമയത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിവിട്ട, ഇപ്പോൾ ഉയർത്തിവിട്ട, കേജ്രിവാൾ പുറത്തു വന്നതോടുകൂടി റിന്യൂഡ് ഉണ്ടായിട്ടുള്ള BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭീഷണിയുണ്ട്. അതിനെ നേരിടാൻ BJP കിട്ടുന്ന ഏത് കച്ചിത്തുരുമ്പും ഉപയോഗിക്കും. അതാണ് സ്വാതി മാലിവാളിന്റെ കാര്യത്തിന് സംഭവിച്ചത്. നാളെ പിന്നെ BJP ആസ്ഥാനത്തേക്ക് പാർട്ടി ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി നടത്തുന്ന പിന്നെ പ്രകടനം, ആം ആദ്മി പാർട്ടിയുടെ സകല നേതാക്കളും, സകല ജനപ്രതിനിധികളും, മന്ത്രിമാരും ഒക്കെ നടത്തുന്ന പ്രകടനം അതൊരു പൊളിറ്റിക്കലായ ക്യാമ്പയിനാണ്, പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റാണ്. അത് ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണല്ലോ. പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തരുത് എന്നൊരു നിയമം ഉള്ളതായി ഞാൻ കേട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതിൽ കിട്ടാവുന്ന മുഴുവൻ ആയുധങ്ങളും അടുത്ത 2 ആഴ്ച കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായി BJP ഉപയോഗപ്പെടുത്തും. അതിൽ ഇന്ന് ആ പ്രഖ്യാപനത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്, രാഘവ് ചദ്ദ പിന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാമായിരിക്കും 2 ദിവസം മുമ്പാണ് ED ആം ആദ്മി പാർട്ടിയെ കൂടി പ്രതി ചേർത്തത്. നിലവിലുള്ള കേസിൽ ഇതുവരെ വ്യക്തികളായിരുന്നു പ്രതി, ഇപ്പോൾ പാർട്ടിയെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നു. അതിന്റെ ലക്ഷ്യം പാർട്ടി ഭാരവാഹികൾ, നേരത്തെയുള്ള കേസിൽ പാർട്ടി ഭാരവാഹികളെ പ്രതികളാക്കാൻ സാധിക്കില്ല. കാരണം അധികാരത്തിലിരിക്കുന്ന ആളുകൾ അധികാരം ഉപയോഗിച്ച് ചെയ്തത് എന്നുള്ള നിലയ്ക്കാണ് ആ കേസ് വരിക. ഇതിപ്പോൾ പാർട്ടി ഭാരവാഹികളെ ചേർക്കാം. രാഘവ് ചദ്ദ ദീർഘകാലം പാർട്ടിയുടെ ട്രഷററായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. EDയുടെ റഡാറിൽ അദ്ദേഹം ഓൾറെഡി ഉണ്ട്. അദ്ദേഹത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിഷി മർലേന, ആം ആദ്മി പാർട്ടിയിലെ ഇപ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള ആളാണ് അതിഷി മർലേന. അതിഷി, അതുപോലെ സൗരവ് ഭരദ്വാജ് എന്നിവരെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്ത് വാർത്ത സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതാണ് നാളെ നടക്കുന്ന പ്രൊട്ടസ്റ്റിന്റെ പിന്നിൽ, അല്ലാതെ സ്വാതി മാലിവാളിന്റെ വിഷയത്തിലല്ല. സ്വാതി മാലിവാളിന്റെ വിഷയം അത്ര വലുതായി ചർച്ച ചെയ്യാൻ മാത്രമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വന്നാൽ, സ്വാതി മാലിവാൾ ഇപ്പോഴും ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. കഴിഞ്ഞ 10-20 വർഷമായി കേജ്രിവാളിന്റെ ഒപ്പം പ്രവർത്തിച്ചു. 10 വർഷത്തിലധികമായി ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു, സ്വാതി മാലിവാളിനെ അധിക്ഷേപിച്ച് സംസാരിക്കാനോ തള്ളി പറയാനോ ഞങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞു, സ്വാതി അവിടെ ഉണ്ടായ പ്രശ്നം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഈഗോ പ്രശ്നം എന്ന് പറയുന്നത്, സ്വാതി കഴിഞ്ഞ 3 മാസത്തെ കാലത്തിലധികമായി വിദേശത്തായിരുന്നു. അപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും സ്വാതി ഇന്ത്യയിൽ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അതെ, അവരെങ്ങനെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞ അതിലൊന്നും ഒരു പ്രശ്നവും ആം ആദ്മി പാർട്ടിക്കില്ല. പക്ഷേ അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്, എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു നമ്മൾ ഈ മഞ്ഞുരുക എന്ന് പറഞ്ഞ മഞ്ഞ് ഉരുകാതിരിക്കുകയായിരുന്നു, എവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. സ്വാതി എന്തോ കാര്യം സംസാരിക്കാനേ കെജ്രിവാളിന്റെ അടുത്ത് എത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ആ സിറ്റുവേഷൻ പറഞ്ഞു. മറ്റൊരു അവസരത്തിലാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. കേരളത്തിലുള്ള ഭൂരിപക്ഷം ഭാരവാഹികളും കെജ്രിവാളിനെ പോയി ഡൽഹിയിലെ ഓഫീസിൽ പോയി കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ കെജ്രിവാളിനെ കാണാൻ ഒരു സാധാരണ വളണ്ടിയർക്ക് പോലും കാണാൻ വളരെ എളുപ്പമാണ്. ഈ സമീപകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന് മുൻപ് വളരെ എളുപ്പമാണ്. സ്വാതിയെ സംബന്ധിച്ച് വളരെ ഈസിയാണ് കാണാൻ. പക്ഷേ അന്നൊരു പ്രത്യേക സാഹചര്യമാണ്. കേജ്രിവാളിന് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമുക്കറിയാം, ഇത്ര ദിവസത്തെ ജാമ്യം 1-ാം തീയതി വരെ മാത്രം, വളരെ പരിമിതമായ സമയം. ആ സമയത്തിനുള്ളിൽ കെജ്രിവാൾ പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തതാണ് കെജ്രിവാളിന്റെ മുഴുവൻ പരിപാടികളും. 1-ാം തീയതി വരെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പ് റാലികളും ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തതാണ്. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. ലക്നൌവിൽ പ്രചരണം നടത്താൻ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ സാധിച്ചില്ല. അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു. അപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും ഓരോ സംസ്ഥാനത്തിലാണ്. അതിൽ MCD കൗൺസിലർമാരുമായിട്ടുള്ള മീറ്റിംഗിന്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡൽഹിയിലെ കൗൺസിലർമാരെ സ്വാധീനിക്കാനും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്തിയാടിക്കാനുമുള്ള സമ്മർദ്ദങ്ങൾ BJPയുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ രണ്ടാമതൊരു മേയർ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുക. അതിപ്പോൾ മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ MCD കൗൺസിലർമാരെ കാണുകയും അവരുടെ മൊറാൽ ഉയർത്തി നിർത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് 1-ാമത്തെ ദിവസം MLA-മാരോടൊപ്പം, 2-ാമത്തെ ദിവസം കൗൺസിലർമാരോടൊപ്പം എന്ന് നേരത്തെ നിശ്ചയിച്ചതാണ്. ആ ഇടയിലേക്കാണ് പിന്നെ സ്വാതി കടന്നു വരുന്നത്. അത് കേജ്രിവാൾ ഇതിൽ ഇടപെട്ടിട്ടില്ല. കേജ്രിവാൾ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. കേജ്രിവാൾ ഈ കാര്യങ്ങൾ അറിയുന്നത് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. സ്വാഭാവികമായും അവിടുത്തെ സ്റ്റാഫുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്, സ്റ്റാഫുമായിട്ടാണ് ഈ പറയുന്ന തർക്കം ഉണ്ടായത്. അവിടെ വീണ്ടും ഞങ്ങൾ സ്വാതിയെ തള്ളി പറയുന്നില്ല. സ്വാഭാവികമായി ഉണ്ടായൊരു സാഹചര്യമാണ്.
അപ്പം സ്വാതി പിന്നീട് പോയി പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ പരാതി എതിർത്തില്ല. സ്വാതി ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ പോയി. അന്നത്തെ ദിവസം തന്നെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. വീഴ്ച പറ്റിയോ എന്ന് പരിശോധിച്ചോ പാർട്ടി? അതാ ഞാൻ പറഞ്ഞേ, എങ്ങനെ അത് തീരുമാനം എടുക്കാൻ പറ്റും? അരവിന്ദ് കെജ്രിവാൾ അതിൽ ഈ സംഭവത്തിന് സാക്ഷിയല്ല. അപ്പോൾ എങ്ങനെയാണ് കെജ്രിവാളിനോ മറ്റൊരാൾക്കോ അതിൽ തീരുമാനം എടുക്കാൻ സാധിക്കുക? ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു എന്ന് സ്മൃതി പരിശോധിക്കുക. ഇത് കഴിഞ്ഞ അടുത്ത ദിവസം പാർട്ടി ആസ്ഥാനത്ത് ശ്രീ സഞ്ജയ് സിംഗ് വീഡിയോ എപ്പോഴും യൂട്യൂബിൽ സഞ്ജയ് സിംഗ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് വൈഭവ് കുമാറിനെതിരെ നടപടിയെടുക്കണം, സ്വാതി മാലിവാളിനെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആദ്യ പ്രതികരണം. അത് ഒഫീഷ്യൽ റെസ്പോൺസ് ആണ്. കാരണം ഇൻസ്റ്റിങ്റ്റീവായി ഞങ്ങൾ സ്വാതിയെ സംശയിക്കേണ്ട കാര്യമില്ല. സ്വാതി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്വാതിയെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് CCTV ക്യാമറകൾ പരിശോധിക്കുന്നത്. പിന്നീടാണ് പരിശോധിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് മറ്റൊന്നാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നത്. ആ സംശയം ഉണ്ടായപ്പോഴും ഞങ്ങൾ സ്വാതിയെ തള്ളിപ്പറയോ പുറത്താക്കുകയോ അധിക്ഷേപിക്കുകയോ ഒന്നുമല്ല ചെയ്തേ, മറിച്ച് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് പോലീസാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്. CM-ന്റെ ഓഫീസിലുള്ള മുഴുവൻ CCTV ക്യാമറ ഫുട്ടേജസും പോലീസുകാർക്ക് എടുത്തുകൊണ്ട് പോകും. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിലൊരു കോപ്പി മാത്രമേ എടുത്ത് പുറത്തുവിട്ടിട്ടുള്ളൂ. നേരത്തെ BJP-യുടെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ അതിന്റെ കോപ്പി എടുത്ത് പുറത്തുവിടുക മാത്രമേ ചെയ്യും. എൻ്റെ ഒറിജിനൽസ് അവിടെയുണ്ട്. ഒറിജിനൽസ് കോടതിക്ക് തെളിവായിട്ട് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ സ്വാതിക്ക് കേജ്രിവാളിനെ കാണുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഉണ്ടായ എന്തൊരു ഈഗോയാണ്, സംസാരത്തിലുണ്ടായ പ്രശ്നമാണ്. അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ടതുള്ളൂ. യഥാർത്ഥ പ്രശ്നം അതല്ല. BJP-യും ആം ആദ്മി പാർട്ടിയും നേരിട്ട് മത്സരിക്കാവുന്ന തെരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്നത്. അടുത്ത 14 ദിവസത്തിനുള്ളിൽ 6ാം ഘട്ടവും 7ാം ഘട്ടവും. അതിന് മുന്നോടിയായിട്ടുള്ള അറസ്റ്റാണ് ഇതെന്നാണ് ആം ആദ്മി പാർട്ടി കാണുന്നത്. PR ശിവശങ്കർ, താങ്കൾക്ക് ആപ്പിന്റെ പ്രതിനിധിക്ക് മറുപടി നൽകാം. ശ്രീ ഷൈബു മഠത്തിൽ മറുപടി നൽകാം. ഇനി വരുന്ന ഘട്ടങ്ങൾ 6ഉം 7ഉം ഘട്ടങ്ങൾ പ്രധാനമാണ്. നേരിട്ടുള്ള മത്സരമാണ് ആം ആദ്മി പാർട്ടിയും BJP-യും തമ്മിൽ. അപ്പോൾ അതിന് മുന്നോടിയായി എങ്ങനെയെങ്കിലും ആം ആദ്മി പാർട്ടിയെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ, അതിലെ ഏറ്റവും അവസാനത്തേതാണ് കണ്ടത്. എത്ര പറഞ്ഞാലും BJP-യെ മർമ്മത്തടിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ, പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് കേജ്രിവാളാണെന്നറിയാം. അതിൽ നിങ്ങൾക്ക് മറുപടി നൽകാൻ നിങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ 75 വയസ്സ് എന്നുള്ള കാര്യം, മോദി വിരമിക്കുമെന്നുള്ള വിഷയം. സ്മൃതി, ഞാൻ ഈ ആം ആദ്മി പാർട്ടിയുടെ ആളോട് മറുപടി പറയുന്നതിന് മുൻപ് ആദ്യം എനിക്ക് തോന്നുന്നത് ശ്രീ നൗഷാദ് അലി ആയാലും ശ്രീ ദേവരാജൻ സാറായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ചയിലും ഈ പ്രശ്നമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഭാഷ ഏറ്റവും മാർദ്ദവപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വിഷയമായിരുന്നു ചർച്ചയ്ക്ക് വെച്ചിരുന്നത്. ഇത് 7 മണിക്കാണ് നമ്മൾ ഈ ചർച്ച ഈ ആം ആദ്മി പാർട്ടിയുടെ വിഷയത്തേക്ക് വന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് സമയം കിട്ടിക്കാണില്ല. എനിക്കും കിട്ടിയില്ല അത് കാര്യമായിട്ട്. ഞാൻ ആ വീഡിയോൻ്റെ ഭാഗം ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഈ വിഷയം വരുന്നത്. ഇത്തരത്തിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരു പുതിയ വിഷയത്തിലേക്ക് ഞങ്ങൾക്ക് മാറുവാനായിട്ടുള്ള ഒരു സമയം. കാരണം നിങ്ങളത് ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്നവരാണ്, ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ്. അതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു സ്ത്രീയുടെ ഏതു ഭാഗത്ത് എത്ര സെൻറ്റിമീറ്റർ തുണി കീറിയാലാണ് അത് അബ്യൂസ് ആവുന്നത് എന്നൊന്നും കോടതിയിൽ എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഋഷിരാജ് സിംഗ് 14 സെക്കൻഡ് തുറിച്ചു നോക്കിയാൽ അത് അബ്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും നിയമത്തിലില്ലെങ്കിൽ പോലും സെക്ഷൻ 354-ഉം 294 ഒക്കെ അടക്കം 354A ഒക്കെ അടക്കം കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കുക, ഹൗ ഇറ്റ് ക്യാൻ ബി എൻ അബ്യൂസ് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിയമപരമായിട്ട്. അപ്പോൾ അത് ഒരു സെൻറ്റിമീറ്റർ അവിടെ കയറി. പിന്നെ ഞാൻ ഇപ്പോഴും കാണിച്ചപ്പോഴും അവർ പറയുന്ന ഭാഗമൊന്നും കാണാൻ സാധിച്ചില്ല. അന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ദേവരാൻ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. അത്തരം ചർച്ച വേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു സംശയം, ഇപ്പോൾ ദേവരാൻ സാറിൻ്റെ നാളെ തൊട്ട് സംഖ്യയാക്കുമോ ആരെങ്കിലുമൊക്കെ പറഞ്ഞെന്നുള്ള ഒരു ഭയം മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ അദ്ദേഹം പറഞ്ഞതിലുള്ള 2 തെറ്റ് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ഭാഗവും നന്നായിട്ട് മനസ്സിലാവാത്തത് ആർക്കാണെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ അദ്ദേഹത്തെ സംഖ്യയാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഇനിയും പുതിയ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണ്ട. 2, ഞാൻ നൗഷാദ് അലിക്കും കൂടെ ഒരു മറുപടി കൊടുക്കാൻ. ആം ആദ്മി പാർട്ടി ആൾ മാത്രമല്ല, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യം പറയുന്നതാണ്. അതായത് നോമിനേഷൻ കൊടുക്കുവാനായിട്ട് രാഹുൽ ഗാന്ധി ലേറ്റായി, മോഡി അതിനേക്കാൾ കൂടുതൽ ലേറ്റായി. മോദി അവിടെ കൊടുക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇറ്റ്സ് ഫിക്സഡ്.
അവിടെ വരുമെന്ന് ഉറപ്പായിരുന്നു. വേറെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റേതിൽ ചില സംശയമുണ്ടായിരുന്നു, ഉറപ്പ് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വഴിയിൽ. 2, ഞാൻ ഈ ആം ആദ്മി പാർട്ടിയുടെ ആളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം പറയേണ്ടത്, ഷൈബു, ഈ ഒരു കൗൺസിലർമാർ ഇരിക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി അവരുടെ മൊറയിൽ ഉയർത്താൻ വേണ്ടി പ്രസംഗിക്കുമ്പോൾ അതേ പാർട്ടിയുടെ MP കയറി വന്നാൽ മൊറയിൽ തകരും എന്ന് വിശ്വാസമുണ്ടോ? അങ്ങനത്തെ ഒരു മൊറയിലാണോ ആം ആദ്മി പാർട്ടിക്ക്? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. കേജ്രിവാൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ആ യോഗം എന്തിനായിരുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തടഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതിലപ്പുറം BJP-യുമായി ബന്ധപ്പെട്ട, മോദിയുമായി ബന്ധപ്പെട്ട ഉയർത്തുന്ന ആരോപണം ഇപ്പോൾ ദേവരാജൻ ഉന്നയിച്ചത് അതാണല്ലോ. ഇവിടെ ദിവസവും കള്ളം പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന മോദി. അല്ല, ഒരു അതിനുള്ള മറുപടി. അല്ല, അതുകൊണ്ടാണ് അപ്പൊ ഈ മുഖ്യമന്ത്രി അല്ലേ നിശ്ചയിക്കേണ്ടത് ആ യോഗത്തിലേക്ക് ആര് വന്നം വേണ്ടെന്ന്? അണ്ട് സെക്യൂരിറ്റിക്കാരാണോ നിശ്ചയിക്കണേ? വീട്ടിൽ പുറത്തേക്കുന്ന സെക്യൂരിറ്റിക്കാരാണോ എൻ്റെ വീട്ടിലേക്ക് ആരും എന്നോ നിശ്ചയിക്കേണ്ടത്? ഇനി ഞാനത് തർക്കിക്കുന്നില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ശ്രീ ദേവരാജൻ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. അതൊക്കെ അവരുടെ, അത് ആര് കടത്തണം ആര് കടത്തണ്ട, MP വീടിന് പുറത്ത് നിർത്തണോ മതിലിൻ്റെ മുകളിൽ കയറ്റി നിർത്തണം, ലെറ്റ് ദേ ഡിസൈഡ്. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ അബൌട്ട് ദാറ്റ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, ഈ മറ്റേ ആം ആദ്മി പാർട്ടിയെ എന്തുകൊണ്ട് കേസിൽ പെടുത്തിയില്ല എന്ന് ചോദിച്ചത് ഒക്ടോബർ 3, 2023 ഹൈക്കോടതിയോ സുപ്രീം കോടതിയൊക്കെയാണ്. എൻ്റെ ഇതിരിപ്പുണ്ട്. അപ്പോൾ ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് കേസിൽ പെടുത്തിയില്ല എന്ന് ED അല്ല പറഞ്ഞത്, അത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ചോദിക്കുകയാണ്. ഇത് ഒക്ടോബർ 3, 2023 എന്തുകൊണ്ട് പെടുത്തിയില്ല എന്ന് കോടതിയാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ED പിന്നീട് പെടുത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യം, ഈ BJP ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഭയക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, സ്മൃതി, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനോ BJP വിരുദ്ധനാകാം, BJP-യെ എതിർക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ BJP-യെ പഠിക്കണം. BJP പഠിക്കാണ്ട് BJP എതിർക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, BJP ഒരു 24/7 365 ഡേയ്സ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടത്തുന്ന, തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ, അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഈ കേരളത്തിൽ പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിലെ സീനിയർ ഓഫീസർമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിന് 100 ദിവസം കഴിയുമ്പോൾ BJP സർക്കാർ ഉദ്ഘാടനം ചെയ്യേണ്ട പദ്ധതികൾ, ഇവിടെ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ മെയിൽ വന്നു കഴിഞ്ഞു. ശരി, താങ്കൾ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞത് ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്ന് കോടതി ചോദിച്ചു. അങ്ങനെയല്ല കേട്ടോ. ED പറഞ്ഞത് 45 കോടി, ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട 45 കോടി രൂപ ആം ആദ്മി പാർട്ടിക്കാണ് കിട്ടിയതെന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഡെഫിനിഷൻ. അപ്പോൾ PMLA സെക്ഷൻ 70 പ്രകാരം കമ്പനി എന്നതിൻ്റെ ഡെഫിനിഷനും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നതാണ്. അങ്ങനെ കമ്പനിയെ പ്രതി ചേർക്കും പോലെ ഇവിടെ പാർട്ടിയെ പ്രതി ചേർക്കുന്നു എന്ന ബുദ്ധിയാണ് ED പ്രയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള തീരുമാനമൊന്നും കോടതിയിൽ നിന്ന് വന്നിട്ടില്ല, അത് പിന്നീട് വരും. കാരണം EDക്ക് പല ഘട്ടങ്ങളിലായി കോടതിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ED കോടതിയെ സമീപിക്കേണ്ടായി. സുപ്രീം കോടതി EDയെ നല്ലവണ്ണം ശകാരിച്ചാണ് പറഞ്ഞു വിട്ടത്. തന്റെ പങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത് എന്ന് മാത്രമാണ് കേജ്രിവാളിനോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി EDയോട് കോടതി പറയുകയാണ്. EDക്ക് കേസുകൾ കസ്റ്റഡി കോടതി പരിഗണനയുള്ള കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിനും EDക്ക് കൃത്യമായി വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പല തിരിച്ചടികൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. കോടതി പറഞ്ഞത് കൊണ്ടാണ് എന്ന മട്ടിൽ പറഞ്ഞ് ഒടുക്കൻ മറുപടി പറഞ്ഞു പോകരുത്. പൊന്ന സ്മൃതി, ഒരു മുമ്പിൽ മൊബൈലോ വലിയ TV ഒക്കെ മറ്റേ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് സെർച്ച് ചെയ്തേ. Supreme Court asked ED to explain why AAP, the alleged beneficiary of the excise policy scam, not made accused in the money laundering case. PTI and Economic Times, അത് BJP-യുടെ പത്രമല്ല, ഒക്ടോബർ 4, 2023 9:53 PM. The Supreme Court on Wednesday asked the Enforcement Directorate to explain why the political party Aam Aadmi Party, which has been alleged ഏതെങ്കിലും ഒരു ലോ സൈറ്റ് നോക്കിയിരുന്നെങ്കിൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ കോടതി വാദത്തിനിടെ ചോദിച്ചത് ഒബ്സർവേഷൻ അല്ലേ? അല്ല, ഒബ്സർവേഷൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഞാൻ ഒബ്സർവേഷൻ അങ്ങനെ നടത്തിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് കോടതിയിലെ വിധി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ആ സ്മൃതിയോടും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ലോ ലെവലില്ലേ, അല്ല എക്കണോമിക് ടൈംസ് തെറ്റാണോ കൊടുത്തത്? നിങ്ങളത് കേസ് കൊടുക്കാൻ ഒക്ടോബറിൽ നടന്ന കാര്യമല്ലേ? അപ്പൊ ഇതൊക്കെ എന്റെ സമയമാണ്, പ്ലീസ് എന്റെ സമയം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സാർ, നിങ്ങൾ പറഞ്ഞു തീർന്നല്ലേ. അപ്പൊ ഇത് കോടതിയിൽ വന്നിട്ടുണ്ട്, പേപ്പറിൽ വന്നിട്ടുണ്ട്, ഇത് സ്മൃതിക്ക് കാര്യങ്ങൾ മനസ്സിലാവാഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് 100-ാം ദിവസം പ്ലാൻ ചെയ്യുന്നു. വി ആർ ഗോയിങ് അഹെഡ്. അതുകൊണ്ട്
മറ്റേ രാജസ്ഥാനിലൊക്കെ കോൺഗ്രസിൻ്റെ നേതാവ് നൗഷാദ് അലി പറഞ്ഞ പോലെ അവൻ്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നെ വെറുതെ ഇരിക്കുകയാണ്, എന്നെ ആരും പ്രസംഗിക്കാൻ വിളിക്കണില്ല, അവിടെയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന രീതിയിലാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പാണ്, നമുക്കൊക്കെ ക്ലെയിം ചെയ്യാം, ഞങ്ങളും പ്രതീക്ഷിക്കുന്നു നിങ്ങളും പ്രതീക്ഷിക്കുന്നു, ആയിക്കോട്ടെ. പക്ഷേ ഞങ്ങൾ 100 ദിവസത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, ഒരു സംശയവുമില്ല. പിന്നെ ഹിന്ദി മേഖലയിലൊക്കെ രാജീവ് സർദേശായി അദ്ദേഹമൊക്കെ പറഞ്ഞത്, ന്യൂസ് ടാക്കിനോട് പറഞ്ഞത് ഇറ്റ്സ് എലക്ഷൻ ഓൾറെഡി ഡൺ എന്നാണ്. ഇറ്റ്സ് ഓവർ. ഞങ്ങളെ സംബന്ധിച്ചോളം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ഈ സ്കൂൾ കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്ത് വന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ തലേ ദിവസം ഹോംവർക്ക് ചെയ്യാതെ 24/7 ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഹോംവർക്ക് ചെയ്ത് പരീക്ഷ എഴുതുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഇനി അതല്ല ജനങ്ങൾ തിരിച്ചാണെങ്കിൽ ഞങ്ങൾ അതും നേരിടും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ 100-ാം ദിവസം പ്ലാൻ ചെയ്യുന്നു, ഞങ്ങൾ 200-ാം ദിവസം പ്ലാൻ ചെയ്തിട്ടു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, ഒരു സംശയവുമില്ല. ഞങ്ങൾ ഭരണത്തിൽ വരും. ഈ ഒരു 5 ദിവസം 5-ാം തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജനുവരി 4-ാം തീയതി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യ ക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, രാംലല്ലയെ ടെന്റിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ശരി, നൗഷാദ് അലി മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം തിരികെയാണ്. ഇവിടെ ഞാൻ ശിവശങ്കറിനെ ഇവിടെ ഉജ്ജ്വൽ ബയാൻ കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ ഒരു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ PMLA ആക്ടൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് ഈ രാജ്യത്തെ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും ED സ്വയം അതിൻ്റെ വില കളയരുതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് നിരീക്ഷണമുണ്ടായി. അതിനുശേഷമൊക്കെയുള്ള വിധികളൊക്കെ വളരെ പ്രസക്തമാണ്. ഏതായാലും ഈ 2024 പിറന്നതിൽ പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജനാധിപത്യവാദിക്കും വിശ്വാസിക്കും ഒക്കെ വലിയ ആവേശം പകരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനോട് വലിയ കൂറ് അടിവരയിടുന്ന രീതിയിലുള്ള ഒരുപാട് വിധികൾ വന്നിട്ടുണ്ട്. അതൊക്കെ BJPയുടെ മുഖത്തേറ്റ തിരിച്ചടികൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പൊക്കെ വിശകലനം ചെയ്യുന്ന മുഴുവൻ ആളുകളെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിലൊരു 80% ആളുകൾ, വളരെ വലിയ വിശ്വാസ്യതയ്ക്ക് പേര് കേട്ടവർ ഉൾപ്പെടെയുള്ള ആളുകൾ BJPയുടെ ഒരു കീഴിറക്കത്തെക്കുറിച്ചാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം BJPക്ക് അവിടെയൊന്നും മുകളിലേക്ക് കയറാനില്ല, അവിടെയൊക്കെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മോദി തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. മോദി എന്ന നിലവിളികളില്ല, ബലാക്കോട്ട് പോലെയുള്ള, പുൽവാമ പോലെയുള്ള വൈകാരിക വിഷയങ്ങളില്ല, മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾക്ക് കൂടുതൽ മുൻഗണന ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലൊക്കെയാണ് പ്രതീക്ഷ. ഇവിടെ മാസ് ഹിസ്റ്റീരിയയും ഒരു പ്രത്യേക തരത്തിലുള്ള മിഥ്യാബോധമൊക്കെ സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പുകളായിരുന്നു 2014-ലും 2019-ലൊക്കെ കടന്നുപോയത്. അതൊന്നുമില്ലാത്ത ഒരു സാധാരണഗതിയിലുള്ള ഒരു നോർമൽ കാലാവസ്ഥയിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു ജനാധിപത്യ വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സാധ്യമായ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട്, എല്ലാ സാധ്യമായ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു വലിയ ലക്ഷ്യം നിറവേറുക തന്നെ ചെയ്യും. അല്ലേ സ്മൃതി, നമ്മുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെന്നോ ചർച്ച ചെയ്യുന്നില്ലെന്നോ അഭിപ്രായം എനിക്കില്ല. മാത്രമല്ല ശ്രീ ശിവശങ്കരോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതായിരുന്നില്ല നമ്മുടെ ചർച്ചയുടെ വിഷയവും. ഇന്ന് വേറൊരു വിഷയമാണ് എന്നോട് ആദ്യം പറഞ്ഞിരുന്നത്, പിന്നീടാണ് ആ വിഷയം നിങ്ങൾ മാറ്റിയത്. എന്നിരുന്നാലും ശരി, നിങ്ങൾ രണ്ടാമത് മാറ്റിയപ്പോൾ ആ ചർച്ചയുടെ ഫോക്കൽ പോയിന്റ് ഇതായിരിക്കരുത് എന്ന അഭിപ്രായമാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. 2, നമ്മുടെ രാജ്യത്തെ, ഞാൻ ഒറ്റ മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കും, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ എന്നാണ് പറയുക. ഫ്രീ ആണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്, ഫ്രീ ആണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, ആർക്ക് വോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം, തെരഞ്ഞെടുപ്പിനോട് പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാതെയും ഇരിക്കാം. ഫ്രീ ആണ്. പക്ഷേ ഫെയർ ആണോ? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫെയർ ആണോ എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് ഫെയർ ആണോ? പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും മറ്റു പാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് ഫെയർ ആകുമോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രതിപക്ഷ പാർട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അവരുടെ വാക്കുകളൊക്കെ മുറിക്കാൻ ശ്രമിക്കുക. അതേസമയം നിർബാധം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഫെയർ ആവുക? നീതിപൂർവമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഈ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം നമ്മളൊരു ജനാധിപത്യ സമൂഹമാണ്. ആ ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതായിരിക്കണം ഫോക്കൽ പോയിന്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.